റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ് ഇപ്പൊ നമ്മളെ സദസ്സിലുള്ളത്. റസൂലുള്ളാക്ക് വലിയ സ്ഥാനമുണ്ട്. സാധാരണ മക്കള് പറഞ്ഞാല് ബാപ്പ മക്കളോട് പറഞ്ഞാൽ കേൾക്കൂല, പക്ഷെ പേരക്കുട്ടി പറഞ്ഞാല് കേൾക്കാൻ തയ്യാറുള്ള ഒരുപാട് സംഭവം ഉണ്ടാവും അല്ലേ? ഇപ്പൊ നിങ്ങളോട് നിങ്ങളെ മക്കള് പറഞ്ഞാല് പറയുകയാണെങ്കിൽ നിങ്ങൾ മുണ്ടാ പോയിക്കോടുന്ന ബാപ്പാനോട് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് വാപ്പാക്ക് തീരെ നീച്ചാതെ കിടക്കുകയാണ്. പക്ഷെ പേരക്കുട്ടി പറയാണ് ഇപ്പൊ ഒരു മുട്ടായി വേണമെന്ന് പറഞ്ഞാല് അവിടുന്ന് എങ്ങനെയെങ്കിലും തട്ടിപ്പടിഞ്ഞ് എണീച്ചിട്ട് കടി പോയിട്ട് കാര്യം നിർവഹിച്ചു എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ് പഠിക്കുന്നത്. അവരെ ഇരുത്തിയിട്ട് ചെറിയൊരു വിഷമം നമ്മളെ കൊണ്ടുണ്ടായാല് അത് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. നമുക്കറിയാലോ, സൗർ ഗുഹയുടെ മുഖത്ത് 2 പ്രാക്കളിരുന്ന് ആ മക്കയിലുള്ള ഏറ്റവും കൂടുതൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, മക്കയിലുള്ള ജനങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുക പ്രാക്കളെയാണ്. ആ പ്രാക്കളക്ക് സംരക്ഷണം നൽകാൻ ലക്ഷക്കണക്കിന് റിയാലുകൾ ചെലവഴിച്ച് ആയിരക്കണക്കിന് ആളുകളെ തീരുമാനിച്ചിട്ടുണ്ട് സൗദി അറേബ്യ. എന്തിനു വേണ്ടിക്കൊണ്ടെന്ന് വെച്ചാൽ അത് അള്ളാഹുവിന്റെ റസൂലിനിക്ക് കാവലിരുന്ന പ്രാക്കൾക്കുള്ള ഒരു കാവലാണ്. എന്നാൽ ആ അതിന്റെ ഉള്ളിലിരുന്ന ആളുടെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ആ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ദുആയിലാണ് പങ്കെടുക്കാൻ നാം നിൽക്കുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.